നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി. നമ്മളിന്ന് വീണ്ടും വന്ന് ഇവിടെ പേരയുടെ ചോട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളോർക്ക് ഞാൻ എന്നും എന്തിനാ ഈ പേരയുടെ ചോട്ട് വന്നിരിക്കുന്നത്? ഒരുപാട് പേര് പേരയെ പറ്റി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിവിടെ ന്യൂസിലൻഡിൽ അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയല്ലേ ഈ പേരയെന്ന് പറഞ്ഞെങ്കിൽ. അപ്പം ഞാനിവിടെ ഒരു പേരയുടെ ചെടി കണ്ടപ്പോൾ അത് വാങ്ങിച്ച് വെച്ചിട്ട് 4 വർഷം 5 വർഷമായിരുന്നു. എനിക്ക് 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വരച്ച് വാങ്ങിച്ചു. അന്ന് തൊട്ട് ഇത് കായ തരുന്നത് തൊട്ട് 1 വർഷം കഴിഞ്ഞപ്പം തൊട്ട് ഇത് കാ തരുന്നതാണേ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഈയിടെ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേരെന്നോട് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. അത് ഞാൻ പറയാം. അത് ഞാൻ വാങ്ങിച്ചത് ബണ്ണിങ്സ് വെയർ ഹൗസ് എന്ന് പറയുന്ന ഇവിടെ ഒരു ഗാർഡൻ സെൻറ്റർ ഉണ്ട്, അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ മൈറ്റൺ എന്ന് പറയുന്ന ഗാർഡൻ സെൻറ്ററിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് പല ഗാർഡൻ സെൻറ്ററുകളിൽ ഇത് കാണാറുണ്ട് കേട്ടോ. പക്ഷേ എപ്പോഴൊന്നും കാണാറില്ല, ചില സമയത്ത് മാത്രമേ നമുക്ക് കാണാറുള്ളൂ. ഞാനിങ്ങനെ ഈ ഗാർഡൻ സെൻറ്ററിലൂടെയൊക്കെ ഇങ്ങനെ കയറി നടക്കുന്ന ആളായതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് വരുന്നത്. അങ്ങനെ നട്ടതായിരുന്നു ഈ പേര. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പതി വെച്ചായിരുന്നല്ലോ, എയർ ലെയറിങ് ചെയ്തായിരുന്നു. അപ്പോൾ എയർ ലെയറിങ് ചെയ്യുന്ന അതെൻ്റെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി പേര് ചോദിച്ചു എങ്ങനെയാണ് എയർ ലെയർ ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ ഒരെണ്ണമാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഒരു എയർ ലെയറിങ് ചെയ്ത് ഒരു കമ്പ് മാത്രമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് നമ്മൾ ഏതായാലും ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതിന് മുമ്പിൽ 2-3 കഷ്ണം എടുത്ത് നമുക്ക് എയർ ലെയർ ചെയ്ത് നോക്കാം. അതൊരു പരീക്ഷണമാക്കാൻ ഓർത്തെ ഏത് രീതിയിൽ എയർ ലെയർ ചെയ്താലാണ് നന്നായിട്ട് വരുന്നത് എന്നൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ ഓർത്ത് ഞാൻ 2-3 രീതിയിലുള്ള എയർ ലെയറിങ് ഇന്ന് നിങ്ങളെ കാണിക്കാം. അപ്പം നിങ്ങൾ നമുക്ക് ഏതാണ് ശരിക്കും വരുന്നതെന്ന് നമുക്ക് 1 മാസത്തിനകം അറിയാം. 4 ആഴ്ച കൊണ്ട് ഇത് അല്ലെങ്കിൽ 40 ദിവസത്തിനകം ഇതിന് വേര് വരേണ്ടതാണ്. അപ്പം നമുക്ക് അന്നേരത്തേക്കും വേര് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കത് ചെയ്യാം. നമുക്കിങ്ങനെ എയർ ലെയർ ചെയ്യാൻ വേണ്ടി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റെമ്മാണ് വേണ്ടത്, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു തണ്ട് വേണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു ഇതുപോലെ കട്ടിംഗ് ബ്ലേഡ് വേണമല്ലോ. അപ്പോൾ ഈ കട്ടിംഗ് ബ്ലേഡ് ഞാനിത് നമുക്ക് മനസ്സിലാകും. ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് പല കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ, അപ്പോൾ തുരുപ്പൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ എന്നോർത്തൊന്നാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഈ പേരയുടെ തണ്ടിൽ നമ്മൾ എടുക്കുന്ന ഈ തണ്ടിന് അധികം കട്ടിയില്ലാത്ത തണ്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ അധികം കട്ടിയില്ലാത്ത ഒരു തണ്ട് എടുത്തിട്ട് അതിലൊരു 1 ഇഞ്ച് വീതി, അത് 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ വീതിയിൽ അതിൻ്റെ ഈ ബാർക്ക് ഈ തൊലി അങ്ങ് നമ്മൾ ചെത്തിക്കളയാം റൗണ്ടായിട്ട്. അപ്പോൾ നമുക്കത് ചെയ്യാം. ഈ തണ്ട് ചെയ്യാം അല്ലേ. ഈ തണ്ട് ഒരുപാട് കട്ടിയില്ല, കുഴപ്പമില്ല. ഈ തണ്ട് ചെയ്താൽ ശരിയാകുമെന്ന്. നമുക്ക് ഈ തണ്ട് ചെയ്യാം. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ തണ്ടിൽ ചെയ്യാവുന്നതാണ് ഞാൻ ഓർക്കുന്നത്. ഈ തണ്ടിൽ ചെയ്യാവുന്ന ഓർത്തു. ഇതിന് ഇവിടെ ഒന്ന് ചെയ്യാം. അപ്പോൾ 2 എണ്ണം നമുക്ക് കൊടുക്കാമല്ലോ. 2 എണ്ണം നമുക്കിതൊന്ന് പ്രൂൺ ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് ഇവിടെ കിട്ടുകയും ചെയ്യും. ഇവിടെ ഒരു ചെറിയ ഇപ്പോൾ കണ്ടോ, നമ്മളിവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഭയങ്കര കാറ്റും ഒക്കെ ആയതുകൊണ്ട് ശരിക്കും കേൾക്കത്തില്ലായിരിക്കും അല്ലേ. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത്, ഞാനിന്ന് വെക്കാൻ പോകുന്നത് സ്പാഗ്നം മോസാണ് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും സ്പാഗ്നം മോസ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഉണങ്ങിയതാണ് വാങ്ങിക്കുന്നത്. ഉണങ്ങിയത് വാങ്ങിച്ച് ഞാൻ വെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഇതിനെ നമുക്കൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ട് ഈ സ്പാഗ്നം മോസ് ഉപയോഗിച്ച് നമുക്ക് വെച്ച് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊക്കോപ്പീറ്റ് ഉപയോഗിച്ചിട്ടാണ് എയർ ലെയർ ചെയ്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് സ്പാഗ്നം മോസ് ഉപയോഗിച്ച് എയർ ലെയർ ചെയ്ത് നോക്കാം. ഏതാണ് ശരിക്കും വരുന്നത് നമുക്ക് നോക്കാം. അതിനിപ്പോൾ ഇത് ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്പാഗ്നം മോസ് ആയതുകൊണ്ട് ഞാൻ ഇതിനെ കൊണ്ടുപോയി വെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വെറ്റ് ചെയ്തിട്ട് വരാം. ഇനി ഇതാണ് കേട്ടോ ഞാൻ സ്പാഗ്നം മോസ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് സ്പാഗ്നം മോസ് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഞാൻ എയർ ലെയർ ചെയ്യാൻ പോകുന്നത്. ഈ സ്പാഗ്നം മോസ് ഞാനിതുപോലെ ഡ്രൈ ആയിട്ടുള്ളതാണ് വാങ്ങിക്കുന്നത്. അത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ബണ്ണിങ്സ് വെയർ ഹൗസ് എന്ന് പറയുന്ന ഗാർഡൻ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും, അതുപോലെ തന്നെ വെറ്റായിട്ടുള്ള സ്പാഗ്നം മോസ് ആണെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിത് എപ്പോഴും വാങ്ങിക്കുന്നത് ഡ്രൈ ആയിട്ടുള്ളതാണ്. നമുക്കൊന്ന് ഇതുപോലെ വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് സമയമായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതാണ് ഞാൻ കൊണ്ടുപോയി ചെടിയിലേക്ക് നമുക്ക് എയർ ലെയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത പണിയെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഇത് നമ്മൾ ഇതുപോലെ ബാർക്ക് നമ്മൾ ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഞാൻ കുറച്ച് റൂട്ടിംഗ് ഹോർമോൺ, ഇത് റൂട്ടിംഗ് ഹോർമോണാണ് കേട്ടോ. ഇത്
ഇതൊക്കെ പോയെന്നേ ഉള്ളൂ, അതിൻ്റെ ലേബലൊക്കെ പോയെന്നേ ഉള്ളൂ. ഇനി കുറേ നാളായിട്ട് എൻ്റെ ഇരിക്കുന്ന ഒരു റൂട്ടിംഗ് ഹോർമോണാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് നമുക്കങ്ങ് തേച്ച് കൊടുക്കാം, റൂട്ടുണ്ടായി വരാൻ വേണ്ടി സഹായിക്കും. ചുറ്റിലും അങ്ങ് തേച്ച് കൊടുക്കണം. അടുത്തതായിട്ട് നമ്മുടെ സ്പാഗ്നം മോസ് ഞാൻ നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, നന്നായിട്ട് വെറ്റ് ചെയ്ത് ഒരുപാട് വെള്ളത്തിൽ ഇങ്ങനെ കുളിച്ചിരിക്കേണ്ട, പക്ഷേ കുറച്ച് വെള്ളം വെച്ച് ഒന്ന് വെറ്റാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു റൗണ്ടായിട്ടങ്ങ് ചുറ്റിക്കെട്ടി വയ്ക്കാം. ഇതുപോലെ റൗണ്ടായിട്ട് വയ്ക്കുന്നു. ഇനി നമ്മളൊരു പ്ലാസ്റ്റിക് എടുക്കുന്നു. പ്രാവശ്യം എൻ്റെ കേബിൾ ടൈ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കേബിൾ ടൈ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കെട്ടി വയ്ക്കുവാണേ. നമുക്ക് കെട്ടി വയ്ക്കാൻ വേണമെങ്കിൽ കേബിൾ ടൈ ആണെങ്കിൽ വളരെ എളുപ്പമുണ്ട് ചെയ്യാൻ. പിന്നെ കാണണമെന്നേ ഉള്ളൂ കേബിൾ ടൈക്കകത്ത് കയറ്റാൻ. കൊടുത്തു. ഇത്രയേ ഉള്ളൂ, അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യാം അല്ലേ. ഞാൻ ഇവിടെ ഒരെണ്ണം തടാൻ നോക്കും, ഇവിടെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ നോക്കട്ടെ. അപ്പം നമുക്കിവിടെ ചെയ്യാം. ഇവിടെയാണ് നമ്മൾ നമ്മൾ ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മുടെ സ്പാഗ്നം മോസ് എടുത്തു, മോസ് തന്നെ വയ്ക്കാമെന്ന് ഓർത്തെ. ഒരെണ്ണത്തിനും കൂടെ മോസ് വയ്ക്കാം. ഞാനിവിടെ സ്പാഗ്നം മോസ് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് കൊണ്ട് പിടിപ്പിക്കാം. ഇത് നമ്മുടെ പ്ലാസ്റ്റിക് കവർ. ഞാനിപ്പോൾ ഇവിടെ 2 സ്ഥലത്ത്, ഇവിടെ ഒരിടത്തും ഇവിടെയും 2 സ്ഥലത്ത് ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതും കൂടെ ഒന്ന് കുറച്ച് റൂട്ടിംഗ് ഹോർമോൺ തേച്ച് കൊടുക്കാം ഈ സ്ഥലത്ത് കൂടെ. ഇനി നിങ്ങൾക്ക് റൂട്ടിംഗ് ഹോർമോൺ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട.
ചിലർ പൊട്ടറ്റോ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അലൈവറയുടെ നീര് തേച്ച് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു റൂട്ടിംഗ് ഹോർമോണായിട്ട് പ്രവർത്തിക്കും. അതൊക്കെ റൂട്ട് ഉണ്ടാകാൻ സഹായിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തേച്ചാലും മതി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഈ റൂട്ടിംഗ് ഹോർമോൺ വാങ്ങിച്ചത് കുറേ നാളായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പല ചെടികളും ഇങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കാറുണ്ട് കേട്ടോ. റോസകളൊക്കെ ഞാൻ വേര് പിടിപ്പിച്ചെടുക്കാറുണ്ടേ. അപ്പോൾ അതിനുവേണ്ടി മേടിച്ചതാണ് ഈ റൂട്ടിംഗ് ഹോർമോൺ. അപ്പോൾ അങ്ങനെ ഇരുന്നതുകൊണ്ട് ഞാനതങ്ങ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഈ സ്പാഗ്നം മോസ് ഉപയോഗിച്ച് കെട്ടിവെക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കോക്കോപ്പീറ്റാണ് കേട്ടോ. ഇത് കോക്കോപ്പീറ്റ് ഞാനിവിടുന്ന് ട്രീറ്റഡ് കോക്കോപ്പീറ്റ് ഞാനിവിടെ ബണ്ണിങ്സ് വെയർ ഹൗസിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അത് കുറച്ച് വെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബോൾ പോലെ പിടിപ്പിച്ചിട്ട് അങ്ങ് പിടിപ്പിക്കാം. ഇങ്ങനെ അങ്ങ് പിടിപ്പിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്രയെണ്ണം ഉണ്ടാക്കി? 1, 2, 3. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ എയർ ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഞാൻ കാണിക്കാൻ കേട്ടോ. ഉണ്ടായോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയാം. അതിൻ്റെ അപ്ഡേറ്റ് കാണിക്കാൻ കേട്ടോ. എത്രമാത്രം ഉണ്ടാവും എന്നുള്ളതൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. നമ്മൾ ഇത് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതാണ്. നമുക്കൊരു 4 ആഴ്ച കൂടെ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അന്നേരത്തേക്കും ആകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. താങ്ക് യു വെരി മച്ച്. ബൈ.